മാം, ഈ മഹാദശകൾ എങ്ങനെയാണ് ഓരോ ആളുകളുടെയും ബിഹേവിയർ ചേഞ്ചുകൾ മാറ്റം ഉണ്ടാക്കുന്നത്? ഇവരുടെ ഈ മഹാദശാ കാലഘട്ടം ഏത് ചന്ദ്രന്റെ മഹാദശയോ അഞ്ചാം ഭാവാധിപതിയായ ഗ്രഹത്തിന്റെ മഹാദശാ കാലഘട്ടങ്ങളോ അവർക്ക് മാനസികമായ ഒരുപാട് സമ്മർദ്ദം കൊടുക്കുന്നതാണ്. കേതുദശാ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ എൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, അത് ഡിപ്രഷൻ ആണെങ്കിലും ആങ്സൈറ്റി ആണെങ്കിലും ഇതെല്ലാം പറയുന്നത് പൂർവ്വജന്മ പാപങ്ങളാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കി വിടാറുണ്ട്. പക്ഷെ അതേസമയം കേതുവിന്റെ ദശാകാലഘട്ടം എന്ന് പറയുന്നത് 9ാം ഭാവത്തിലായിരുന്നു, പൂർവ്വജന്മ ഭാവത്തിലായിരുന്നു. അത് എൻ്റെ ഹൊറോസ്കോപ്പ് ഒരു പഠിക്കാനെടുക്കാൻ പറ്റുന്ന ഒരു കണക്ഷനാണ്. എങ്ങനെ ആത്മഹത്യ പോയി എന്ന് ഞാൻ ഇന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ അതുവരെ നമ്മൾ മനുഷ്യന്മാരുടെ മാസ്ക് ഇട്ട ഫേസ് ആണ് കാണുന്നത്. എപ്പോഴും നമ്മൾ ഓരോരുത്തരുടെയും മാസ്ക് ഇട്ട ഫേസ് അല്ലേ കാണുന്നത്. ഈ മാസ്ക് ഇടാത്ത ഫേസ് കാണിക്കുകയും കാണുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതുപോലെ 5ാം ഭാവാധിപതിയായ വ്യാഴത്തിന്റെ ദശാകാലഘട്ടമാണ്. അത് അനിഷ്ടഭാവങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പാപഗ്രഹങ്ങൾ 5ാം ഭാവത്തിൽ നിൽക്കുമ്പോഴും അതിന് അനിഷ്ടഭാവസ്ഥിതി ഉണ്ടാവുമ്പോഴും ബലഹീനത്വം ഉണ്ടാവുമ്പോഴും. അപ്പോൾ ഈ റേഖി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ തന്ന വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. അത് എങ്ങനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഏഞ്ചലിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഏഞ്ചലും കൂടെയുണ്ട്. അല്ല, ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത് അത് വേറെ പല അനുഭവങ്ങളും കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ ഇമോഷണലി എല്ലാ അർത്ഥത്തിലും തളർന്നു പോവേണ്ട പല സാഹചര്യങ്ങളും എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച് കഴിഞ്ഞതാണ്. അതായത് ഇപ്പം റീസെൻ്റ് ആയിട്ട് പോലും ഉള്ള സമയങ്ങളിൽ നമ്മൾ ചിന്തിച്ച് ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ചിന്തിച്ച് കരയുന്ന ആൾക്കാരെയൊക്കെ ആലോചിക്കുമ്പം എനിക്കങ്ങനെ കരയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? എനിക്കങ്ങനെ 1 by 1 എടുത്ത് ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ ഞാനുള്ള അങ്ങനെ ഒരു പോയിന്റിലോട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. മനസ്സിലായില്ലേ? അത് എന്തോ ഒരു പ്രൊട്ടക്ഷൻ, എൻ്റെ കൂടെ ആരോ ഒരാൾ ഉണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മാലാഖയോ എന്തെന്ന് പറയാം, അങ്ങനെ ഒരു യൂണിവേഴ്സൽ, ഈ യൂണിവേഴ്സ് തന്നെ ഒരു അമ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്യണേ. ആ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് പലപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഫീല് കൊണ്ട് തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാനും കഴിയുന്നത്. മാം, ഈ മഹാദശകൾ എങ്ങനെയാണ് ഓരോ ആളുകളുടെയും ബിഹേവിയർ ചേഞ്ചുകൾ മാറ്റം ഉണ്ടാക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ആങ്സൈറ്റി, ഡിപ്രഷൻ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതും മഹാദശയുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? മഹാദശയായിട്ടും ബന്ധമുണ്ട്, ഹൊറോസ്കോപ്പിന്റെ സ്ട്രക്ചറുമായിട്ടും കണക്ഷനാണ്. അതുപോലെ കറണ്ട് പ്ലാനറ്ററി പൊസിഷനിലും ഈ പറയുന്ന, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിങ്ങം ജന്മരാശിക്കൂറുകാർക്ക് നല്ല ആൻസൈറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? കറണ്ട് പ്ലാനറ്ററി പൊസിഷനിൽ അങ്ങനെയുള്ള കണക്ഷൻ, 2 വിപരീത രാജയോഗം നടക്കുന്ന സമയം, 5ാം ഭാവാധിപതിയായ ഗ്രഹത്തിന് 6, 8, 12 ഭാവങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കാലഘട്ടമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹൊറോസ്കോപ്പ് സ്ട്രക്ചറാണ് അവരുടെ ജാതകത്തിൽ എങ്കിൽ അവർക്ക് ഇതുപോലുള്ള ഒരുപാട് ആൻസൈറ്റിയോ കാര്യങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചന്ദ്രൻ കാരകനായ ഗ്രഹത്തിന്റെ ദോഷം, 5ാം ഭാവാധിപതി കാരകഗ്രഹം, ഇതിൻ്റെ എല്ലാം ദോഷവിഷയങ്ങൾ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ താളം തെറ്റലുകളെ, താളപ്പിഴകളെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുപോലെ ബുധൻ, ബുദ്ധിയുടെ കാരകനായ ഗ്രഹം. അപ്പോൾ ഈ ബുധന്റെ താളപ്പിഴകളും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് അപ്പോൾ ഇതെല്ലാം വെച്ച് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണെന്ന് പറയാൻ പറ്റും. അതുപോലെ മഹാദശാ കാലഘട്ടം. അപ്പോൾ മഹാദശയിൽ എങ്ങനെയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മഹാദശകൾ എങ്ങനെയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5ാം ഭാവാധിപതിയായ ഗ്രഹം വന്നിട്ട് 6, 8, 12 ഭാവങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയോ അതിൻ്റെ മഹാദശാ കാലഘട്ടം വരുവാണെങ്കിൽ എന്ന് ചിന്തിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ചിങ്ങം ലഗ്നത്തിൽ നിൽക്കുന്ന ഒരാളിൻ്റെ 5ാം ഭാവാധിപതിയായ ഗ്രഹം, അഷ്ടമാധിപത്യം ഉണ്ട് ഓൾറെഡി അവിടെ. ഈ അഷ്ടമാധിപതിയായ അഷ്ടമാധിപതി 12ലാണ് നിൽക്കുന്ന ജാതകത്തിൽ. ഇപ്പോൾ വരാൻ പോകുന്ന പ്ലാനറ്ററി പൊസിഷൻ ജാതകത്തിലാണെന്ന് വിചാരിക്കാം. കാരകനായ ഗ്രഹവും ഒരു അനിഷ്ടഭാവത്തിലാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ചിങ്ങം ലഗ്നം, ജന്മരാശിക്കൂറ് വൃശ്ചികം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ചന്ദ്രന് 12ാമത്തെ രാശിയാധിപത്യമുണ്ട്. ചിങ്ങം രാശി ലഗ്നമായിട്ട് വരുമ്പോഴും അവിടെ ചന്ദ്രൻ വന്നിട്ട് നീചനായിട്ടാണ് വരുന്നത്. കാരകനായ ഗ്രഹം നീചനായിട്ട് വരുവാണ്. അപ്പോൾ ഇവരുടെ ഈ മഹാദശാ കാലഘട്ടം ഏത് ചന്ദ്രന്റെ മഹാദശയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 5ാം ഭാവാധിപതിയായ ഗ്രഹത്തിന്റെ മഹാദശാ കാലഘട്ടങ്ങളോ അവർക്ക് മാനസികമായ ഒരുപാട് സമ്മർദ്ദം കൊടുക്കുന്നതാണ്. ഇപ്പോൾ ചന്ദ്രന്റെ ദശാകാലഘട്ടം എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ 10 വർഷ കാലഘട്ടം
അവർക്ക് കഠിനമായ ബുദ്ധിമുട്ടുകളുണ്ട്. ചന്ദ്രന്റെ ദശാകാലഘട്ടം പൊതുവെ ആർക്കും ബുദ്ധിമുട്ട് കൊടുക്കുന്നതല്ല. പക്ഷേ ഇപ്പൊ ചന്ദ്രൻ നീചനായിട്ടൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ അവർക്ക് സ്ട്രെസ് കൊടുക്കാം. അതുപോലെ 5ാം ഭാവാധിപതിയായ വ്യാഴത്തിന്റെ ദശാകാലഘട്ടമാണ്. അത് അനിഷ്ടഭാവങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പാപഗ്രഹങ്ങൾ 5ാം ഭാവത്തിൽ നിൽക്കുമ്പോഴും അതിന് അനിഷ്ടഭാവസ്ഥിതി ഉണ്ടാവുമ്പോഴും ബലഹീനത്വം ഉണ്ടാവുമ്പോഴും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ധനുരാശി, ധനുരാശിയുടെ 5ാം ഭാവത്തിൽ നീചനായ ശനി നിൽക്കുകയാണ്. 5ാം ഭാവാധിപതിയായ ഗ്രഹം കർക്കിടകം രാശിയിൽ അഷ്ടമരാശിയിൽ നിൽക്കുകയാണ്. വളരെ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാവും. അത് ഏറ്റവും നല്ല എക്സാമ്പിളാണ്. ധനുരാശിയിൽ ഇങ്ങനെ ഒരു പ്ലാനറ്ററി പൊസിഷൻസ് വരെയാണെങ്കിൽ പൊതുവേ തന്നെ ധനുരാശിക്ക് 5-12 ഭാവങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉള്ള ആൾക്കാരാണ്. ഈ 5ാം ഭാവാധിപതിയായ ചൊവ്വ നീചത്വം ഭവിച്ച് അഷ്ടമരാശിയിൽ പോവും. 5ാം ഭാവത്തിൽ ശനി, മേടം രാശി ശനി നീചനാവുകയും ചെയ്യുകയാണെങ്കിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാകും. പക്ഷെ ഏത് സമയത്താണ് എന്ന് ചോദിച്ചാൽ ശനിയുടെ ധനു ലഗ്നമായിട്ട് വരുന്നവർക്കാണ്. ഇപ്പൊ ധനു ജന്മരാശി കൂറുകാർക്ക് എല്ലാവർക്കും ഇപ്പം ഈ പറഞ്ഞ ശനിയുടെ മഹാദശ വരണം അങ്ങനെയൊന്നും നിർബന്ധമില്ലല്ലോ. അപ്പൊ നമുക്ക് ലഗ്ന അവിടെയാണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ശനിയുടെ മഹാദശ കാലഘട്ടം വരുമോ അല്ലെങ്കിൽ ചൊവ്വയുടെ മഹാദശ കാലഘട്ടം വരുമോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെ കടുത്ത ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടും മാനസികവുമായിട്ടും കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമായിട്ട്. ഇതും പൂർവ്വജന്മവുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? ഇത് പൂർവ്വജന്മമായിട്ട് കണക്ഷൻ. പിന്നെ അതുപോലെ ഈ കേതുവിന്റെ മഹാദശ കാലഘട്ടം, ശനിയുടെ മഹാദശ കാലഘട്ടങ്ങളുണ്ടല്ലോ, അതിന് 5ാം ഭാവമായിട്ടൊക്കെ കാണാം. 5-9 ഭാവങ്ങളായിട്ട് കണക്ട് ചെയ്ത് വന്നതാണെങ്കിൽ ഈ പൂർവ്വജന്മ ആ സമയത്ത് ഒരു കാർമിക് ക്ലെൻസിങ് അവിടെ നടക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ ജ്യോതിഷന്മാരുടെ അടുത്ത് പോകുമ്പോൾ അവർ കൂടുതലും പറയുന്നത് എന്തെങ്കിലും ഇത്രയും വലിയ വിഷയങ്ങൾ വരുമ്പോൾ, അതായത് ഡിപ്രഷൻ ആണെങ്കിലും ആങ്സൈറ്റി ആണെങ്കിലും ഇതെല്ലാം പറയുന്നത് പൂർവ്വജന്മ പാപങ്ങളാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കി വിടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഈ ഡിപ്രഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അത്രത്തോളം വേദന അനുഭവിക്കുന്നത് കഴിഞ്ഞ കാല വിഷയങ്ങളാണ്. അപ്പൊ അതാണോ എന്ന് ചോദിക്കുമ്പോൾ അതിപ്പോ എൻ്റെ അനുഭവം ഞാൻ പറയാം. ഇതില് ഇപ്പൊ എൻ്റെ നക്ഷത്ര ഉത്രട്ടാതിയാണ്. എൻ്റെ ബാല്യകാലഘട്ടത്തിൽ ശനിയും പഠന കാലഘട്ടത്തിൽ ബുധനും ഒക്കെ ആയിരുന്നു. അപ്പൊ ഈ ബുധന്റെ ദശാകാലഘട്ടം വരെ ഒന്നും ഞാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിച്ചിട്ട്, ഈ ജന്മശിഷ്ട ദശാകാലഘട്ടം കുറവായതുകൊണ്ട് തന്നെ വളരെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് കേതു വന്നു. അപ്പോൾ എൻ്റെ ഒരു 10-20 വയസ്സായപ്പോൾ 19-20 വയസ്സായപ്പോൾ കേതു ദശാകാലഘട്ടം വന്നു. ഈ കേതുദശ ആ കാലഘട്ടം വരെ ഞാൻ അങ്ങനെ ഒരു വലിയ ദുഃഖമോ ഭഗവാൻ സഹായിച്ച അങ്ങനെ വലിയ ദുഃഖമോ ജീവിതത്തിന്റെ പ്രതിസന്ധികളോ അങ്ങനെയൊന്നും അനുഭവിച്ചിരുന്നില്ല. കാരണം എൻ്റെ അച്ഛൻ വളരെ കാമായിട്ടും വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, വളരെ പാവാണ്. അപ്പൊ അമ്മയായിരുന്നാലും ഭയങ്കര കെയറിങ്ങും പ്രൊട്ടക്ഷൻ തരുന്ന ഒരാളാണ് എൻ്റെ അമ്മ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ പാരൻസ് വിട്ടിട്ടില്ല. പക്ഷെ അതേസമയം കേതുവിന്റെ ദശാകാലഘട്ടം എന്ന് പറയുന്നത് 9ാം ഭാവത്തിലായിരുന്നു, പൂർവ്വജന്മ ഭാവത്തിലായിരുന്നു. അത് എൻ്റെ ഹൊറോസ്കോപ്പ് ഒരു പഠിക്കാൻ എടുക്കാൻ പറ്റുന്ന ഒരു കണക്ഷനാണ്. അപ്പോൾ പൂർവ്വജന്മ ഭാവത്തിലായിരുന്നു എൻ്റെ കേതു വന്ന് നിൽക്കുന്നത്. ഇത് ഈ ഒരു സമയം എന്ന് പറയുന്നത് എങ്ങനെ ആത്മഹത്യ ചെയ്യാതെ പോയി എന്ന് ഞാൻ ഇന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലിയുടെ സപ്പോർട്ടെന്ന് എന്നെ പറയേണ്ടി വരും. ആ ഫാമിലി എന്നെ ചേർത്ത് പിടിച്ചത് ഏത് വീണു പോണ സാഹചര്യത്തിലും, ഏത് ഫൈനാൻഷ്യലായിട്ട് തകർന്നു പോകണം, ഞാൻ കാരണം ഫൈനാൻഷ്യലി പ്രശ്നങ്ങളായ സമയങ്ങളുണ്ട്, ഞാൻ കാരണം ഇമോഷണലി, ഞാൻ പ്രത്യേക ഒന്നും ചെയ്തതല്ല കേട്ടോ, അല്ലാതെ ചില കാരണങ്ങളാൽ വന്നുപോയ ഇമോഷണലി അങ്ങ് അറ്റം വന്നുപോയൊരു സമയമുണ്ട്. ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇത് എപ്പോഴും ഈ ശനിദശയിലും കേതുദശയിലും ഞാൻ എൻ്റെ അനുഭവമാണ്, തിയററ്റിക്കൽ നോളജേ അല്ല ഞാൻ പറയുന്നത്, ഞാൻ അനുഭവിച്ച കാര്യം കൊണ്ടാണ് പറയുന്നത്. നമ്മൾ അതുവരെ നമ്മൾ മനുഷ്യന്മാരുടെ മാസ്ക് ഇട്ട ഫേസ് ആണ് കാണുന്നത്. എപ്പോഴും നമ്മൾ ഓരോരുത്തരുടെയും മാസ്ക് ഇട്ട ഫേസ് അല്ലേ കാണുന്നത്. ഈ മാസ്ക് ഇടാത്ത ഫേസ് കാണുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ആരൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്, ആരൊക്കെ ജെന്യൂനാണ്, ആരൊക്കെ അല്ല, നമ്മൾ ആ സമയത്ത് നമ്മൾ വീണ് പോണ സമയത്ത് അതുവരെ നമ്മളോട് ക്ലോസ് ആയിട്ട് നിന്ന, നമ്മളെ എല്ലാമായിട്ട് നിന്ന എല്ലാവരും കൈയും കഴുകി പോകും, ഒരാളുണ്ടാവില്ല. എൻ്റെ അനുഭവത്തിൽ ആ സമയത്ത് എൻ്റെ പാരൻസ്, എൻ്റെ സിബ്ലിങ് മാത്രമേ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആ കോളേജിനകത്തും എനിക്ക് കുറേ എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ട് എനിക്ക് കുറേ ബുദ്ധിമുട്ട്, ഒരുപാട് ഇമോഷണലായിട്ട് വീണു പോകുന്ന ഒരുപാട് സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്.
പക്ഷേ അവിടെയൊക്കെ സാരമില്ല, അതിലൊന്നും തളരരുത്, പഠിച്ച് ഫ്രണ്ടിലോട്ട് പോയാൽ മതി എന്ന് എന്നെ പറഞ്ഞ് എന്നെ ചേർത്ത് നിർത്തിയ എൻ്റെ പാരൻസാണ്. ഇല്ല, അവരും കൂടെ അതില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇന്ന് ഞാൻ കാണുമോ എന്നുള്ളൊരു കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമാണ്. മനസ്സിലായില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്നെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. മാനസികമായി വീണു പോകുന്ന ഒരാളിനെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്, അങ്ങനെ ആ കേതുദശാ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ശനിദശാ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരാളിൻ്റെ മാനസിക വ്യഥ എന്തായിരിക്കാം, അവരുടെ അവസ്ഥ എന്തായിരിക്കാം, ആ സമയത്ത് ചുറ്റുപാടുകളും അവർക്ക് എന്തുമാത്രം ക്രൂരമായിട്ടായിരിക്കാം. അന്നേരം ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ നമ്മളായിരിക്കും. മനസ്സിലായോ? ആ കാലഘട്ടങ്ങളില് ഇപ്പോ അങ്ങനെ ഒരാൾ, ഇപ്പോ അത്രയും വിഷമം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ ദശാസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരാൾ ജ്യോതിഷം നോക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരോട് പറയാനുള്ളത് എന്താണ്, അല്ലെങ്കിൽ അവരോട് എന്തായിരിക്കും? അല്ല, ഇപ്പൊ എനിക്ക് കേതുദശ കാലഘട്ടത്തിലൂടെ വരുന്ന ആൾക്കാർ എനിക്ക് എൻ്റെ ഫ്രണ്ടിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും എന്താണ് അവർ അനുഭവിക്കുന്ന വിഷമം എന്നുള്ളത്. അവർക്ക് അവിടെ പരിഹാരമാണ് വേണ്ടത്. അതെങ്ങനെയാണ് ഒരു ജ്യോതിഷത്തിലൂടെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്? ആദ്യത്തെ പരിഹാരം എന്ന് പറയുന്നത്, നമുക്കത് ആ 7 വർഷം അതൊരു കാർമിക് ക്ലെൻസിങ് ആണ് അവിടെ നടക്കുന്നതെന്നും നമ്മളെ ഇങ്ങനെ ഒരു മോൾഡ് ചെയ്തെടുക്കുകയാണെന്നും. കാരണം കേതുദശ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ എൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇതൊരു കാർമിക് ക്ലെൻസിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണെന്നും പുതിയ ബന്ധങ്ങൾ, അല്ലെങ്കിൽ ആ സമയത്ത് ബുധദശാകാലഘട്ടത്തിലെ ഏറ്റവും അവസാനത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, അതൊക്കെയായിരിക്കും നമ്മളെ ട്രബിളിലാക്കുന്നത്. അപ്പോൾ ഈ മിക്കവാറും ഒരു 99% ആൾക്കാരും കേതുദശയിലായിരിക്കില്ല അവർ ട്രബിളിലാവുന്നത്. അതിന് മുമ്പ് ഒരു സമയത്തായിരിക്കും അവർ ട്രബിളിലാവുന്നത്. ഈ കേതുദശാകാലം അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി അവർ എഫർട്ട് എടുത്തുകൊണ്ടേയിരിക്കും. അതായിരിക്കും അവർക്ക് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. ഒന്നിൽ ബുധദശയിലേ വരുന്ന ആളാണെങ്കിൽ ഞാനിത് പറയും, അഡ്വാൻസ് ആയിട്ട് പറയും, നിങ്ങൾ ആ സമയത്തൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യരുത് എന്ന് പറയും. ഇപ്പോൾ വിവാഹത്തിന് വേണ്ടിയിട്ടാണ്, വിവാഹം ആലോചിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ 7 വർഷം കഴിഞ്ഞെത്തി ഇച്ചിരി ലേറ്റായി പോയാലും കുഴപ്പമില്ല, ഇങ്ങനെയാണ് പ്രശ്നം. അല്ലെങ്കിൽ ആ സമയത്ത് വിവാഹം കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഹൊറോസ്കോപ്പ് തന്നെ ചേർക്കണം, അത് ഇച്ചിരി പാടാണ്, വെയിറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറയും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് തന്നെ പറഞ്ഞു ഓപ്പൺ അപ്പ് ചെയ്യും. അപ്പോൾ അതിലൂടെ കടന്നു പോകാമെന്നും സക്സസ് ആയി വെളിയിൽ വരാമെന്നും ഒക്കെ പറഞ്ഞ്, അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ മാത്രം പ്രശ്നമാണ്, അതൊരു ജീവിതത്തിൽ മൊത്തത്തിൽ ഉടനീളം നിൽക്കുന്നൊരു പ്രതിസന്ധി അല്ല എന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് പകുതി മുക്കാലും ഒരു കോൺഫിഡൻസ് അവിടെ കിട്ടും. അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം അവിടെ ഉണ്ടാവും. അതാണ് ഫസ്റ്റ് റെമഡി എന്ന് പറയുന്നത്. അത് എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഇല്ലേ. അതിനുശേഷം പരിഹാരം പറഞ്ഞു കൊടുക്കുക. അത് എവിടെയാണോ കേതു നിൽക്കുന്നത് അല്ലെങ്കിൽ ശനി നിൽക്കുന്നത് അതിൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് സ്പിരിച്വൽ ആയിട്ടുള്ളത്. പിന്നെ എപ്പോഴും ഈ ജ്യോതിഷം കുറച്ചുകൂടെ സ്പിരിച്വൽ ആകുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ? ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ ജേർണി ഈ കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ കാലഘട്ടം എന്ന് പറയുന്നത് എന്ന് തൊട്ടാണ് ഈ സ്പിരിച്വാലിറ്റിക്ക് കൂടുതൽ പ്രസക്തി വന്നു തുടങ്ങിയത്? കൊറോണയ്ക്ക് ശേഷം അല്ല. അതായത് ന്യൂക്ലിയർ ഫാമിലി, ജോയിൻറ്റ് ഫാമിലി വിട്ട് ന്യൂക്ലിയർ ഫാമിലി എന്നായോ അന്ന് തൊട്ടാണ് സ്പിരിച്വാലിറ്റിക്ക് പ്രസക്തി വന്നു തുടങ്ങിയത്. ജോയിൻറ്റ് ഫാമിലി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്തൊരു പ്രശ്നം വന്നിരുന്നാലും പരിഹരിക്കാൻ ഒരുപാട് സിബ്ലിങ്സ് ഉണ്ടായിരിക്കും, കസിൻസ് ഉണ്ടായിരിക്കും, അമ്മാവന്മാരുണ്ടായിരിക്കും, ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് നമ്മുടെ ഫ്രണ്ടിൽ ഒരു പ്രശ്നം വന്നാൽ പരിഹരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ സോള്, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് ഇതെല്ലാം അത്രയും സ്ട്രോങ് ആയില്ല എങ്കിൽ നമ്മൾ വീണുപോകും. ആ തിരിച്ചറിവ് എന്ന് തൊട്ടുണ്ടായോ അന്ന് തൊട്ട് സ്പിരിച്വാലിറ്റിയുടെ പ്രസക്തി കൂടി വന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ കാവ്യം എടുത്ത് സന്യാസിയായി നടക്കുന്നത് സ്പിരിച്വാലിറ്റി എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ആ കാര്യം നടക്കേണ്ടത്. അതായത് നമ്മുടെ ഒരു ആത്മീയമായ ഉൾബോധം നമ്മൾ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ നമ്മൾ ദീർഘവീക്ഷണത്തോടുകൂടി ജീവിക്കുക. അതായത് നമ്മുടെ റൂട്ട്, സേക്രല്, സോളാർ പ്ലെക്സസ്, ഹാർട്ട്, നമ്മുടെ ഭൗതിക ചക്രാസ് ഏതാണെന്നറിയോ? ഇല്ല. റൂട്ട്, സൈക്രല്, സോളാർ പ്ലെക്സസ്. റൂട്ട് എന്ന് വെച്ചാൽ ഗവേൺ ബൈ മാർസ്. എങ്ങനെയാണ് ജ്യോതിഷവും റേക്കിയും കണക്ട് ചെയ്തിരിക്കുന്നതെന്നറിയാമോ? അതായത് റൂട്ട് എന്ന് പറയുന്നത് ഗവേൺ ബൈ മാർസ്, റെപ്രസെൻറ്റിങ് ഗ്രൗണ്ടിങ്, സ്റ്റെബിലിറ്റി ആൻഡ് സർവൈവൽ. നമ്മൾ എന്തൊരു വിഷയത്തിൽ നിന്നും സർവൈവ് ചെയ്ത് പോകാൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ചക്രം നമുക്ക് ശരിയായിട്ടിരിക്കണം. ഭൂമി തത്വമാണ്. അടുത്ത സേക്രൽ, ക്രിയേറ്റിവിറ്റി
അല്ലേ? അതായത് സേക്രൽ ചക്ര എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്പൗസിനോടുള്ള ഇൻറ്റിമസി കാര്യങ്ങളൊക്കെ ഈ സേക്രൽ ചക്രയായിട്ട് കണക്ട് ചെയ്തു. സോളാർ പ്ലെക്സസ് നമ്മളെ അതായത് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുക, നമ്മുടെ വിൽ പവർ, കോൺഫിഡൻസ്, പേഴ്സണൽ പവർ ഗവേൺഡ് ബൈ സൺ. അതുപോലെ ഈ 3 ചക്രാസാണ് കൂടുതലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഹാർട്ട് ചക്ര, ത്രോട്ട് ചക്ര, തേർഡ് ഐ ചക്ര, ക്രൗൺ ചക്ര. ഈ 4 ചക്രാസും ആത്മീയ തലങ്ങളിലോട്ടുള്ള ഒരു പോക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പം ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ആ എനർജി ഫ്ലോ ഇല്ലെങ്കിൽ ഇതിലെവിടെയെങ്കിലും വെച്ച് വീണു പോയാൽ നമുക്ക് നമ്മൾ എന്താണ് ഭൗതികവും, നമ്മൾ എന്ത് ടൈപ്പ് രീതിയിലാണ് ആത്മീയതയിലോട്ട് മാത്രമാണോ? അല്ല. നമ്മുടെ ഉത്തരവാദിത്തം ഇന്ന് ഭൗതികവും ആത്മീയവുമായ തലങ്ങളെ തുല്യ പ്രാധാന്യത്തോടു കൂടി കൊണ്ടുപോയാലേ നമുക്ക് വീണു പോവാതെ പോകാൻ പറ്റും, ഇല്ലേ? നമ്മൾ ബുദ്ധസന്യാസിയോ ഋഷീശനോ ഋഷിവര്യനോ ഒന്നും അല്ലല്ലോ, സാധാരണ മനുഷ്യനല്ലേ. പക്ഷെ ഒപ്പം തന്നെ ആത്മീയമായ ഒരു ഉൾക്കാഴ്ചയോടെ, ആത്മീയമായ ഒരു അവബോധത്തോടെ പോയില്ലെങ്കിൽ വീണുപോകും. തേർഡ് ഐ എല്ലാ മനുഷ്യനും വേണ്ടിയ കാര്യമാണ്. ഒരു ദീർഘവീക്ഷണം ഒരു ഡോക്ടറിന് വേണം, ഏതൊരു പ്രൊഫഷണൽസിനും വേണം. ഒരു ഡോക്ടർ അല്ലേ ഈ മെഡിസിൻ കഴിച്ചാൽ ശരിയാകും, ഇത് ചെയ്താൽ ശരിയാകും. അതെന്തുകൊണ്ടാണ്? എക്സ്പീരിയൻസ്, നോളജ് അല്ലേ? അത് നമുക്ക് എല്ലാ മനുഷ്യർക്കും വേണം, എന്നാലേ വീണു പോകാതെ. അതുപോലെ ക്രൗൺ ചക്രയും നമ്മളെ പോലുള്ളവർക്കൊന്നും ആക്റ്റീവ് ആവില്ല പെട്ടെന്നൊന്നും. അതൊക്കെ വല്ല സന്യാസിമാർക്കൊക്കെ ആക്റ്റീവ് ആവുന്നതായിരുന്നു. പക്ഷെ അതൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതെല്ലാം ബാലൻസ് ചെയ്യേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ. അത് കാരണം എന്ന് തൊട്ട് ഈ പറഞ്ഞ ന്യൂക്ലിയർ ഫാമിലീസിലോട്ട് നമ്മൾ ചുരുങ്ങിയോ അന്ന് തൊട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടി വന്നു. പണ്ട് സ്ത്രീകൾ ജോലി ചെയ്യാതെ വീട്ടിൽ തന്നെ നിന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും, ഇല്ലേ? ആണുങ്ങളാണ്. ഇന്ന് അതാണോ സംസ്കാരം? ഇന്ന് അതാണോ രീതി? അല്ല. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പഠിപ്പിക്കുന്നത് ജോലിക്ക് വേണ്ടി തന്നെയാണ്, അവർക്ക് ഉയർന്നു പോകാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ പെണ്ണിനും ആണിനും എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി കൊടുത്ത് തന്നെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. പണ്ട് അങ്ങനെ അല്ല, കാലഘട്ടം മാറി. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും ഇരിക്കാം.